മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു പച്ചിരുമ്പ് കോറിന്റെ ഒരു ഭാഗത്ത് കവചിത ചെമ്പ് കമ്പി ചുറ്റി അതിന്റെ അഗ്രങ്ങളെ സ്വിച്ച് വഴി ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. അതേ പച്ചിരുമ്പ് കോറിന്റെ മറ്റേ ഭാഗത്ത് മറ്റൊരു കവചിത ചെമ്പ് കമ്പി ചുറ്റുക. അതിന്റെ അഗ്രങ്ങളെ ഒരു ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിക്കുക. ഇതിൽ ബാറ്ററി ഘടിപ്പിച്ച സർക്യൂട്ടിനെ പ്രൈമറി ചുരുൾ എന്നും ഗാൽവനോമീറ്റർ ഘടിപ്പിച്ച സർക്യൂട്ടിനെ സെക്കൻഡറി ചുരുൾ എന്നും വിളിക്കാം. ഇവിടെ പ്രൈമറിയും സെക്കൻഡറിയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. സ്വിച്ച് ഓൺ ചെയ്താൽ സെക്കൻഡറിയിലെ ഗാൽവനോമീറ്റർ സൂചി ഒരു വശത്തേക്ക് വിഭ്രംശിച്ചതിന് ശേഷം പൂർവ്വസ്ഥിതിയിലെത്തുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ സൂചി പെട്ടെന്ന് വിപരീത ദിശയിൽ വിഭ്രംശിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതായി കാണാം. ഇനി പ്രൈമറിയിലെ DC-ക്ക് പകരം ഒരു AC നൽകുക. സെക്കൻഡറിയിൽ ഗാൽവനോമീറ്ററിന്റെ സ്ഥാനത്ത് ബൾബ് ഘടിപ്പിക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നത് കാണാം. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഒരു സോളിനോയിഡിലൂടെ AC വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ഈ സോളിനോയിഡിനടുത്തായി മറ്റൊരു സോളിനോയിഡ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സോളിനോയിഡിൽ ഈ ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുകയും ഒരു EMF പ്രേരിതമാവുകയും ചെയ്യും. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലമുണ്ടാകുന്ന പ്രേരിത EMF-ഉം ചുറ്റുകളുടെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ട്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ ബൾബ് കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നതായി കാണാം. ചുറ്റുകളുടെ എണ്ണം പകുതിയായി കുറച്ചാൽ ബൾബിൽ നിന്നുള്ള പ്രകാശം കുറയുന്നതായും കാണാം. ഇതിൽ നിന്നും മ്യൂച്വൽ ഇൻഡക്ഷൻ മുഖേന ഉണ്ടാകുന്ന പ്രേരിത EMF-ഉം ചുറ്റുകളുടെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാം.